ഇപ്പം ബി ജെ പിയിലുള്ളവർ മഹാഭൂരിപക്ഷവും ഗാന്ധി ശിഷ്യന്മാരായ കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. അവരിച്ചിരി വൈകിയെന്നുള്ളതേ ഉള്ളൂ. കരുണാകരൻ്റെ മകളായതുകൊണ്ട് ഇത്രയും നാളും പിടിച്ചു നിന്നു. ഇപ്പോൾ പോവുക, അതിന് മുകളിൽ തന്നെ എപ്പോൾ പോകുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിയാണ്. ആ പ്രക്രിയയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനിയും പോവും. കോൺഗ്രസ് കാരണം അധികാരമില്ലല്ലോ. അധികാരമില്ലാതെ കോൺഗ്രസ്സിന് നിൽക്കാനാവില്ല. അതാണ്. ഞങ്ങളെപ്പോലെ സമരവും അടിയും ബഹളവും തല്ലും മേടിച്ച് ജയിലിലും പോയി കിടക്കുന്ന ഏർപ്പാടൊന്നുമില്ല. അതൊക്കെ പണ്ട് മഹാത്മാഗാന്ധിയുടെ കാലത്തേ ഉള്ളൂ. പിന്നെ എല്ലാം പോയി ഭരണം സർക്കാർ കൊടുത്ത് കൈയടിയിലെ പുജിക്കൽ ഇതായിരുന്നു. ഇപ്പം നടക്കുകയല്ലോ. ഇപ്പം ഇനി എളുപ്പവഴി ബി ജെ പി കൂടുന്നതാണ്. അധികാരത്തിൽ വരാനും അധികാരത്തിൻ്റെ അപ്പക്കഷം തുണയാനും എല്ലാം സൗകര്യം കിട്ടും. അതുകൊണ്ട് പത്മജ മാത്രമല്ല, കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പി ആയാൽ അത്ഭുതപ്പെടാനില്ല. അതിൽ ഒരു പ്രത്യേകതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയുള്ളവരും പോവും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ കൊച്ചു മരിച്ചിട്ടുണ്ട്. അതിൽ അക്ഷയ് എന്ന് പറഞ്ഞൊരു പയ്യനെ ഇനി പ്രതിയാക്കാനുണ്ട്. അവനെ സംരക്ഷിക്കുന്ന മണിയാശാനാണെന്ന് രമേശ്. ഞാനോ അയാൾക്ക് വിവരക്കേടുക? രമേശ് ചെന്നിത്തല പറഞ്ഞ അയാൾ വിവരക്കേടായി. ഞാൻ അവനൊന്നും അറിയ പോലും ഇല്ല. എനിക്കറിയാനും വയ്യ. കുഞ്ഞിത്തണ്ണിത്തക്കാരനാണ്, അതുകൊണ്ട് മണിയാശാൻ സംരക്ഷിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല. ഞാൻ അവന് വേണ്ടി ആരോടും സംസാരിക്കുന്നില്ല, സംസാരിച്ചിട്ടുമില്ല, സംസാരിക്കത്തുമില്ല. അത് എനിക്കതിൻ്റെ കാര്യവുമില്ല. തന്നെയല്ല, അതൊക്കെ അവിടെ തീരേണ്ട കാര്യമാണ്. ഏത് വയനാട്ടിൽ തീരേണ്ടതാണ്. കേസും ഏർപ്പാടും എല്ലാം അവിടാണ്. നമുക്ക് പ്രശ്നമില്ല. ഞാനങ്ങനെ ചെയ്യുകയില്ല. ഇനി എൻ്റെ അടുത്ത് വന്നാൽ പോലും അവിടുത്തെ പാർട്ടിയോട് ബന്ധപ്പെടാതെ ഞാനൊന്നും ബന്ധപ്പെടാൻ കഴിയില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ ചുമ്മാ കാണുന്നിടത്തെല്ലാം കയറി വരകുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അത് ഈ കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും ഉള്ളു. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഇടുക്കിയിലൊരു പ്രശ്നത്തിൽ വയനാട്ടിൽ ഇടപെടണ ഇവിടെ വർഗീസിനെ വിളിച്ച് അന്വേഷിക്കും. അവിടെ ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടണമെങ്കിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് അന്വേഷിക്കും. അല്ല അതുപോലെ നേതാക്കന്മാരുണ്ട്. അല്ലാതെ ചുമ്മാ കയറി വ്യക്തിപരമായ ഇടപെടൽ പണി ഞങ്ങൾക്കുള്ളതല്ല. അങ്ങനെ ഞാനൊന്നും ചെയ്യാറില്ല. അല്ലേ തന്നെ മറ്റു ജില്ലയിൽ നടക്കുന്ന മോശം പണിക്ക് നമ്മൾ എന്തിന് ആവശ്യമില്ലാതെ തല വെക്കണം? അത് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ നാട്ടുകാരനാണോ കുഞ്ചത്തന്നക്കാരനാണോ ഈ ജില്ലക്കാരനാണോ ഒന്നും എനിക്കറിയില്ല. ആണേലും അവൻ്റെ പേര് നടപടി എടുത്തോട്ടുന്നു. എന്നാൽ കുഞ്ചത്തന്നിക്കാരനാണല്ലേ, എം എം മണിയുടെ അയൽക്കാരനായതുകൊണ്ട് വിട്ടുവീഴ്ചയൊന്നും വേണ്ടെന്ന്.